2 ദിവസങ്ങൾക്ക് മുമ്പ് മഴ ശക്തമായി പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും ഒരു ഉമ്മ അവരുടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഉമ്മ നനയുന്നുണ്ട്. ആ ഉമ്മയുടെ വസ്ത്രം കൊണ്ട് തൻ്റെ മകനെ മൂടി പൊതയുകയാണ്. ഏതു ദുരന്തം വരുമ്പോഴും ഞാൻ ദുരന്തത്തിൽ പെട്ടുപോയാലും എൻ്റെ മക്കൾ ദുരന്തത്തിൽ പെട്ടുപോകരുത് എന്നാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. വടക്കൻ ജില്ലയിൽ ഒരു ബസ്സിന് തീ പിടിച്ചപ്പോൾ തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും ആ പിതാവ് ചവിട്ടി ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അവസാനം ആ ഉപ്പ അതിൽ വെന്തു മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത നമ്മളൊക്കെയും വായിച്ചിട്ടുണ്ട്. ഏതൊരു ദുരന്തത്തിലും എൻ്റെ മക്കൾ ആപത്തിൽപ്പെടരുത് എന്നുള്ളതാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനായ നൂഹ് അലൈഹിസ്സലാം തൻ്റെ മകൻ ജലപ്രളയത്തിൽ മുങ്ങി മരണപ്പെട്ട് ശക്തമായ ആ പേമാരി അവസാനിച്ചതിന് ശേഷം നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വനാദാ നൂഹുർ റബ്ബഹു ഫഖാല റബ്ബി. നൂഹ് നബി അലൈഹിസ്സലാം എന്നോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ അവൻ എൻ്റെ കുടുംബക്കാരനാണ് റബ്ബേ. വഇന്ന വഅദകൽ ഹഖ്, നിൻ്റെ വാഗ്ദാനം സത്യമാണല്ലോ. വഅന്ത അഹ്കമുൽ ഹാക്കിമീൻ, നീ വിധികർത്താക്കളിൽ വച്ച് ഏറ്റവും നല്ല വിധികർത്താവാണല്ലോ അല്ലാഹുവേ അങ്ങ്. ഇത് പറയുമ്പോൾ റബ്ബ് നൂഹ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത മറുപടി, അതെ, നിൻ്റെ പുത്രനാണല്ലോ, ആത്യന്തികമായ ഒരു രക്ഷ ഞാൻ അയാൾക്ക് നൽകാം എന്നല്ല റബ്ബ് കൊടുക്കുന്ന മറുപടി. ആ റബ്ബ് കൊടുത്ത മറുപടി ഹൃദയത്തിൽ തട്ടി നാം ചിന്തിക്കേണ്ടതാണ്. ഖാലയാ നൂഹ്, അല്ലയോ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിൻ്റെ കുടുംബക്കാരനല്ല. ഇന്നഹു ആമലുൻ ഗൈറു സാലിഹ്, തീർച്ചയായും അവൻ ശരിയല്ലാത്തത് വിശ്വാസത്തിൽ അള്ളാഹുവിനോടൊപ്പം വദ്ദിനെയും യഹൂസിനെയും യഊഖിനോടുമൊക്കെ പ്രാർത്ഥിച്ചതാണ്. അഥവാ ഒരു തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ തൗഹീദിലൂടെയാണ് ആത്യന്തിക രക്ഷ